ഇന്ന് നമുക്ക് എൻക്ലെക്സാറിൻ റിലേറ്റഡ് ആയിട്ട് ഹെപ്പാരിൻ സോഡിയം എന്ന ഡ്രഗ് എന്താണെന്നും അതിനെക്കുറിച്ച് എൻക്ലെക്സാറിൻ എക്സാമിന് വേണ്ട കുറച്ച് കീ പോയിന്റ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഹെപ്പാരിൻ സോഡിയം എൻക്ലെക്സാറിന് വളരെ റിപ്പീറ്റഡ് ആയിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു മെഡിക്കേഷൻ ആണ്. ഓക്കെ, സോ ഇതെന്താണെന്ന് ആദ്യം ഞാൻ പറയാം. ഹെപ്പാരിൻ സോഡിയം ഒരു ആന്റി കോആഗുലന്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ബ്ലഡ് തിന്നേഴ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ആന്റി കോആഗുലന്റ് അല്ലെങ്കിൽ ബ്ലഡ് തിന്നേഴ്സ്. ഓക്കെ, നൗ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബ്ലഡ് ക്ലോട്ട്സ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഈ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, ബ്ലഡ് ക്ലോട്ട്സ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ആന്റി കോആഗുലന്റ് ആണ്, ബ്ലഡ് തിന്നർ എന്നാണ് മറ്റൊരു പേര്. ബ്ലഡ് ക്ലോട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഈ ഡ്രഗ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ആന്റി കോആഗുലന്റ് അതായത് ഹെപ്പാരിൻ സോഡിയം നമ്മുടെ ബ്ലഡ് ക്ലോട്ട് കാരണം ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടല്ലോ, പൾമനറി എംബോളിസം, DVT, അതുപോലെ തന്നെ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഇല്ലേ, ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, അപ്പം ഇതൊക്കെ ഇതിനു വേണ്ടിയൊക്കെ കാരണമാകുന്ന ബ്ലഡ് ക്ലോട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, ഹെപ്പാരിൻ സോഡിയം അഡ്മിനിസ്റ്റർ ചെയ്യുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ലാബ് വാല്യൂസ് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് PTT ലെവൽസ് ഒക്കെ. ഓക്കെ, ബ്ലഡിലെ PTT ലെവൽസ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്സ് ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം ഹെപ്പാരിൻ സോഡിയം കാരണം എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെപ്പാരിൻ ഇൻഡ്യൂസ്ഡ് ത്രോംബോസൈറ്റോപീനിയ എന്നൊരു കണ്ടീഷനും സാധാരണയായിട്ട് ഈ ഒരു ഡ്രഗ് കാരണം അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയൊക്കെ തന്നെ ലാബ് വാല്യൂസ്, PTT, പ്ലേറ്റ്ലെറ്റ് പോലെയുള്ള ലാബ് വാല്യൂസ് റെഗുലർ ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ അല്ലേ? ഇനി ഹെപ്പാരിൻ സോഡിയം ഡ്രഗ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക, അതാണ് ഞാൻ പറഞ്ഞത്. ഹെപ്പാരിൻ ഇൻഡ്യൂസ് ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാവാം. ഓക്കെ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. അപ്പം അതുകൊണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് വേണം ഹെപ്പാരിൻ സോഡിയം അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് കേട്ടോ. ഹെപ്പാരിൻ സോഡിയത്തിന്റെ ഒരു ആന്റിഡോട്ടാണ് പ്രോട്ടമൈൻ. എന്താണ്? പ്രോട്ടമൈൻ. ഓക്കെ, പ്രോട്ടമൈൻ. ഓക്കെ, ഹെപ്പാരിൻ സോഡിയത്തിന്റെ ആന്റിഡോട്ടാണ് പ്രോട്ടമൈൻ. ഹെപ്പാരിന്റെ എഫക്ട്സ് റിവേഴ്സ് ചെയ്യാനായിട്ട് ഈ പ്രോട്ടമൈൻ IV ത്രൂ ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഹെപ്പാരിൻ സോഡിയം ഒരു പേഷ്യന്റിന് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആ പേഷ്യന്റിന്റെ ബോഡി വെയിറ്റിനനുസരിച്ചാണ്. ഓക്കെ, സോ ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബോഡി വെയിറ്റിനനുസരിച്ചാണ്. സോ ഹെപ്പാരിൻ സോഡിയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം അറിയേണ്ട കീ പോയിന്റ്സ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്